നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഭീഷ്മകോ ക്ഷമ നഹി കിയാ ഗയ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ നിബന്ധ് ലേഖനം കുറച്ച് ഭാഗം നമ്മളെടുത്തു. അപ്പം അതിൽ ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുന്നതും മരിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഏതാണെന്ന് അദ്ദേഹം തിരഞ്ഞെടുത്ത് ആ നിമിഷത്തിന് വേണ്ടി ആ യുദ്ധഭൂമിയിൽ മരണവും കാത്ത് കിടക്കുന്ന ഭീഷ്മരുടെ കാര്യത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗം ഇന്നത്തെ ക്ലാസ്സിലെടുക്കാം. ഇവിടെ ലേഖകൻ പറയുന്നത് ഇങ്ങനെയാണ്: ഗുരുദേവ് പൂछते हैं कि भीष्म को अवतार क्यों नहीं माना गया? मेरे मित्र कहते हैं कि भीष्म को क्षमा नहीं किया गया. क्या दोनों बातों का अर्थ एक ही है? ഗുരുദേവ് പൂछते हैं, അതായത് ഗുരുദേവൻ രവീന്ദ്രനാഥ് ടാഗോർ, ഗുരുദേവൻ എന്നോട് ചോദിച്ചു, ഭീഷ്മരെ എന്തുകൊണ്ട് അവതാര പുരുഷനായിട്ട് കാണുന്നില്ല? മേരെ മിത്ര കഹത്തെ, എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നു, ഭീഷ്മക്കോ ക്ഷമാ നഹി കിയാ ഗയ, ഭീഷ്മർക്ക് കാലം മാപ്പ് കൊടുത്തിട്ടുമില്ല. ക്യാ ദോനോ ബാത്തോം കാ അർത്ഥ് ഏക് ഹി ഹെ, ഇവർ രണ്ടുപേരും ചോദിച്ച ഈ കാര്യങ്ങൾ, ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഏക് ഹി ഹെ, ഒന്ന് തന്നെയാണോ? ഷായദ് ഭീഷ്മക്കോ ക്ഷമാ നഹി കിയാ ഗയ ഇസീലിയെ ഉനെ അവതാർ നഹി മാനാ ഗയ, അതായത് ഒരു പക്ഷേ ഭീഷ്മർക്ക് കാലം മാപ്പ് കൊടുത്തിട്ടില്ല, പക്ഷേ അതുകൊണ്ടാണോ അദ്ദേഹത്തെ അവതാര പുരുഷനായിട്ട് അംഗീകരിക്കാത്തത്? അപ്പോൾ കാലം ഭീഷ്മർക്ക് മാപ്പ് കൊടുക്കാത്തത് കൊണ്ടാണോ അദ്ദേഹത്തെ അവതാര പുരുഷനായി കാണാത്തത്? भारतवर्ष किसी बात पर मौन भी रह जाता है तो उसका कुछ अर्थ होता है. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതഭൂമി കിസി ബാത്ത് പർ, ചില കാര്യങ്ങളിൽ മൗൻ ഭി രഹ ജാത, മൗനം കൈക്കൊള്ളുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ മൗനം കൈക്കൊള്ളുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉസ്കാ കുച്ച് അർത്ഥ ഹോത്താ ഹെ, ആ മൗനം പൂണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ അർത്ഥങ്ങളുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഭാരതഭൂമി ചില സത്യങ്ങളെ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ മൗനം പൂണ്ടിരിക്കുന്നു. അപ്പോൾ മൗനം പൂണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും അർത്ഥവും കാണും. किसी ने नहीं कहा कि भीष्म को अमुक कारणों से अवतार नहीं माना गया, श्री कृष्ण को अमुक कारणों से अवतार माना गया. അപ്പോൾ പലരും പറയാറുണ്ട്, ഭീഷ്മരെ അവതാര പുരുഷനായിട്ട് കാണുന്നില്ല, അത് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണോ ഭീഷ്മരെ അവതാര പുരുഷനായിട്ട് കാണാത്തത്? എന്നാൽ ശ്രീകൃഷ്ണനെ അവതാര പുരുഷനായിട്ട് കാണുന്നുമുണ്ട്. एक को विष्णु का अवतार नहीं कहा गया क्योंकि वह नहीं थे, एक को मान लिया गया क्योंकि वस्तुतः हमारे मनुष्यों ने इसी ढंग से सोचा है. ഇനി നമ്മുടെ പൂർവികർ, നമ്മുടെ ഋഷി മുനിമാരൊക്കെ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ആലോചനകൾ നടത്തിയിട്ടുണ്ടോ? ഈ വ്യത്യാസത്തിൽ, അതായത് ഭീഷ്മരെ അവതാര പുരുഷനായിട്ട് കാണുന്നില്ല, എന്നാൽ ഭഗവാൻ കൃഷ്ണനെ അവതാര പുരുഷനായിട്ട് കാണുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ മനീഷിമാർ അല്ലെങ്കിൽ ഋഷി മുനിമാരൊക്കെ എന്തെങ്കിലും ആലോചനകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അവരും ചിന്തിച്ചിട്ടുണ്ടാവുമോ? ദിനകർ ജി മഹാമന ഔർ ഉദാർ കവി തെ. ഇനി ലേഖകൻ പറയുന്നത് ഇങ്ങനെയാണ്: ദിനകർ ജി, ഹിന്ദിയിലെ പ്രസിദ്ധനായിട്ടുള്ള കവി രാംധാരി സിംഗ് ദിനകർ. അപ്പോൾ രാംധാരി സിംഗ് ദിനകർ മഹാമന ഔർ ഉദാർ കവിതെ, മഹാമന അതായത് മഹാനായിട്ടുള്ള ഉദാര മനസ്സുള്ള ഒരു കവിയായിരുന്നു. ഉൻസെ ക്ഷമ മിൽ ജാനെ കി ആശാ സെ ഇतना तो कहा ही जा सकता है कि भीष्म अपने भोलानाथ गुरु परशुराम से अधिक संतुलित विचारवान और ज्ञानी थे. അപ്പോൾ ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള രാംധാരി സിംഗ് ദിനകർ പറയുന്നത്, ഭീഷ്മരും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള പരശുരാമൻ, ഭീഷ്മരുടെ ഗുരുനാഥനായിരുന്നു പരശുരാമൻ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരശുരാമനേക്കാൾ സന്തുലിത് ഔർ വിചാരവാൻ ഔർ ജ്ഞാനി ഥേ ഭീഷ്മ, തൻ്റെ ഗുരുവായിട്ടുള്ള പരശുരാമനേക്കാളും എല്ലാ കാര്യങ്ങളിലും വളരെയധികം മേന്മ പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഭീഷ്മർ എന്നതാണ്. അപ്പോൾ ദിനകരൻ്റെ അഭിപ്രായം ഇതാണ്, ഗുരു പരശുരാമനേക്കാൾ എത്രയോ മേലെയാണ് ഭീഷ്മർ. പുരാനെ റെക്കോർഡ് കുച്ച് ഐസാ സോച്നെ പർ മജ്ബൂർ കർത്തേ ഹേ. മാത്രമല്ല
പുരാണ റെക്കോർഡ്, പഴയ റെക്കോർഡുകൾ അല്ലെങ്കിൽ പഴയ പുരാണ കഥകളൊക്കെ ഈ ഒരു കാര്യം ഊന്നി പറയുന്നും ഉണ്ട്. പല സ്ഥലങ്ങളിലും ഈ കാര്യം വ്യക്തമാക്കുന്നും ഉണ്ട്. ഫിർ ബി പരശുരാം കോ 10 അവതാരോ മേം ഗിൻ ലിയാ ഗയ. പക്ഷേ എന്നിട്ടും പരശുരാമനെ 10 അവതാർ, ദശാവതാരങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നു. 10 അവതാരങ്ങളിൽ ഒന്നായിട്ട് പരശുരാമനെ കാണുന്നു. എന്നാൽ ബിച്ചാരെ ഭീഷ്മക്കോ ഐസാ കോയി ഗൗരവ് നഹി ദിയാ ഗയ. പക്ഷേ ബിച്ചാരെ ഭീഷ്മ, പാവം നിസ്സഹായനായിട്ടുള്ള ഭീഷ്മരെയോ ഐസാ കോയി ഗൗരവ് നഹി ദിയാ ഗയ, ഇങ്ങനെയുള്ളൊരു മഹത്വം അദ്ദേഹത്തിന് കൊടുക്കുന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിനകർജിയുടെ അഭിപ്രായത്തിൽ പരശുരാമനേക്കാൾ, അതായത് ഭീഷ്മരുടെ ഗുരുനാഥനായ പരശുരാമനേക്കാൾ എത്രയോ മേലെയാണ് ഭീഷ്മർക്കുള്ള സ്ഥാനം, എത്രയോ മഹാനാണ് ഭീഷ്മർ. പക്ഷെ എന്നിട്ടും പരശുരാമനെ ദശാവതാരങ്ങളിൽ ഒന്നായി കാലം കണക്കാക്കുന്നു. എന്നാൽ പാവം ഭീഷ്മരെയോ അദ്ദേഹത്തിന് അർഹിക്കുന്ന മഹത്വവും കൊടുക്കുന്നില്ല. ക്യാ കാരൺ ഹോ സക്താ ഹെ, അതിൻ്റെ കാരണം എന്തായിരിക്കും? ഭീഷ്മരെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? एकांत में भीष्म सरकंडों की छठाई पर लेटे लेटे क्या अपने बारे में सोचते नहीं होंगे? ഏകാന്തമേ, ആ യുദ്ധഭൂമിയിലെ ഏകാന്തതയിൽ ഭീഷ്മർ സർക്കണ്ഠോം കി ചഠായി, സർക്കണ്ഠ് ഈറ്റ, അപ്പോൾ ഈറ്റ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ അമ്പാകുന്ന ശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മർ ആ ഏകാന്തതയിൽ അപ്പനെ ഭാര്യമേ സോച്ച്തേ നഹി ഹോങ്കെ, അദ്ദേഹത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ലേ? മേരാ മൻ കഹ്താ ഹെ കി ജറൂർ സോച്ച്തേ ഹോങ്കെ. എൻ്റെ മനസ്സ്, മേരാ മൻ കഹ്ത, എൻ്റെ മനസ്സ്, ലേഖകൻ പറയാണ്, എൻ്റെ മനസ്സ് പറയുന്നു ജറൂർ സോച്ച്തേ ഹോങ്കെ, തീർച്ചയായിട്ടും ഭീഷ്മർ ആ യുദ്ധഭൂമിയിലെ ആ ഏകാന്തതയിൽ ആ ശരശയ്യയിൽ കിടന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് സോച്ച്തേ ഹോങ്കെ, ചിന്തിച്ചിട്ടുണ്ടാകും. भीष्म ने कभी बचपन में पिता की गलत आकांक्षाओं की तृप्ति के लिए भीषण प्रतिज्ञा की थी. ഇനി ഈ ഭീഷ്മർ अपने बचपन में, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ പിതാവിൻ്റെ ഗലത്ത് ആകാംക്ഷ, തെറ്റായിട്ടുള്ള എന്തോ ഒരു കാര്യത്തിന്, പിതാവിൻ്റെ തെറ്റായിട്ടുള്ള ഒരു മനോഭാവം, ആ മനോഭാവത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുട്ടിയായിരിക്കെ തന്നെ ഭീഷ്മർ എന്ത് ചെയ്തിട്ടുണ്ട്? ഭീഷൺ പ്രതിജ്ഞ, ഒരു കടുത്ത പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയായിരിക്കുന്ന സമയത്തെ തന്നെ പിതാവിൻ്റെ എന്തോ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭീഷ്മർ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രതിജ്ഞ എന്നോ? വഹ് ആജീവൻ വിവാഹ് നഹി കരേങ്കെ, അതായത് ജീവിതകാലം മുഴുവൻ വിവാഹമേ ചെയ്യുകയില്ല എന്നതായിരുന്നു ഭീഷ്മരുടെ ആ കടുത്ത പ്രതിജ്ഞ. പ്രതിജ്ഞ സച്മുച്ച് ഭീഷൺ തി, അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ സത്യത്തിൽ വളരെ കടുത്തതായിരുന്നു. कहते हैं कि इस भीषण प्रतिज्ञा के कारण ही वह देवदत्त से भीष्म बने. कहते हैं कि, അതായത് പുരാണം പറയുന്നു എന്ത്? ഈ ഭീഷൺ പ്രതിജ്ഞ, ഈ ഘോരമായ പ്രതിജ്ഞ കാരണമാണ് ദേവദത്ത് എന്ന പേരിൽ, അല്ലെങ്കിൽ ഭീഷ്മരുടെ യഥാർത്ഥ പേര് ദേവദത്ത് എന്നായിരുന്നു. അപ്പം ഈ കടുത്ത പ്രതിജ്ഞ എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ദേവദത്തൻ എന്ന ഭീഷ്മർ പിന്നീട് ആരായത്? ഭീഷ്മ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പം ഭീഷ്മരുടെ യഥാർത്ഥ പേര് ദേവദത്ത് എന്നായിരുന്നു. അപ്പോൾ ഈ പ്രതിജ്ഞ തൻ്റെ ജീവിതത്തിൽ എടുത്തതുകൊണ്ട് ദേവദത്തൻ എന്ന പേര് മാറ്റി അദ്ദേഹം ഭീഷ്മർ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഭീഷ്മ എന്ന ആ ഒരു പേരിലേക്ക് മാറിയത്. यद्यपि चित्रवीर्य और विचित्रवीर्य तक तो कौरव रक्त रह गया था, तथापि बाद में वास्तविक कौरव रक्त समाप्त हो गया. केवल कानूनी कौरव वंश चलता रहा. जीवन के अंतिम दिनों में इतिहास मर्मज्ञ भीष्म को यह बात क्या खली नहीं होगी. എന്താ പറയണത്? അതായത് ആ യുദ്ധത്തോടു കൂടിയിട്ട് കൗരവവംശം തന്നെ
കൗരവരക്തം തന്നെ സമാപ്ത് ഹോഗയ, അവസാനിച്ചു. അതായത് എല്ലാ കൗരവരെയും പാണ്ഡവർ കൊന്നൊടുക്കിയല്ലോ. അപ്പോൾ ആ യുദ്ധത്തോട്, ഭീഷണമായ യുദ്ധത്തോട് കൂടിയിട്ട് കൗരവരക്തം തന്നെ സമാപിച്ചു, അല്ലെങ്കിൽ അവസാനിച്ചു. പക്ഷേ എന്നിരുന്നാലും ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ, ജീവിതത്തിൻ്റെ അന്തിമ ദിവസങ്ങളിൽ ഈ ചരിത്രത്തെ മുഴുവൻ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന ഭീഷ്മർ അദ്ദേഹത്തിന് ഇത് യഹ് ബാത് ഖലി നഹി ഹോഗി, ഇത് ഈ ഒരു കാര്യം അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക എന്താണ് ലേഖകൻ ചോദിക്കുന്നത്. ഭീഷ്മക്കോ അഗർ യഹ് ബാത്ത് നഹി ഖലി തോ ഔർ ഭി ബുരാ ഹുവ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷ്മർക്ക് ഈ ഒരു യുദ്ധവും അതിൻ്റെ അനന്തരഫലവും ഒക്കെ ഒരുപക്ഷെ ബുരാ ഹുവ, പിന്നീട് വേണ്ട, അല്ലെങ്കിൽ മോശമായിപ്പോയി, അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്നൊരു പക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. परशुराम चाहे ज्ञान विज्ञान की जानकारी का बोझ ढोने में भीष्म के समक्ष न रहे हो, पर सीधी बात को सीधे समझने में निश्चय ही वह उनसे बहुत आगे थे. ഇനി തൻ്റെ ഗുരുവായിട്ടുള്ള പരശുരാമനേക്കാൾ ജ്ഞാൻ വിജ്ഞാൻ അറിവിൽ ഒരുപാട് മുൻപിൽ നിന്നിരുന്ന ആളായിരുന്നു ഭീഷ്മർ. അപ്പോൾ ഗുരുനാഥനായിട്ടുള്ള പരശുരാമനേക്കാൾ അറിവുള്ള വ്യക്തിയായിരുന്നു ഭീഷ്മർ. അതുകൊണ്ട് തന്നെ ഓരോ കാര്യവും നിശ്ചയ ഹി സമജ്നെ മേ വഹ് ബഹുത് ആകെ ഥേ, എന്തൊരു കാര്യവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുന്നതിൽ പരശുരാമനേക്കാൾ ബഹുത് ആകെ, വളരെ മുന്നിലായിരുന്നു ഭീഷ്മർ. ശരിക്കും തൻ്റെ ഗുരുനാഥനേക്കാൾ എത്രയോ മിടുക്കനായിരുന്നു ഭീഷ്മർ. ഓരോ കാര്യവും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നതിൽ ഗുരുനാഥനായ പരശുരാമനേക്കാൾ മുന്നിലായിരുന്നു ഭീഷ്മർ. വഹ് ബി ബ്രഹ്മചാരി ഥേ ബാൽ ബ്രഹ്മചാരി. ഇനി ഗുരുനാഥനായിട്ടുള്ള പരശുരാമനും ആരായിരുന്നു? ബ്രഹ്മചാരി തന്നെയായിരുന്നു, അതായത് വിവാഹം കഴിക്കാത്ത ആൾ തന്നെയായിരുന്നു. पर भीष्म जब अपने निर्वीर्य भाइयों के लिए कन्या हरण कर लाए और एक कन्या को अविवाहित रहने को बाध्य किया, तब उन्होंने भीष्म के इस अशोभन कार्य को क्षमा नहीं किया. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. अपने निर्वीर्य भाइयों के लिए कन्या हरण कर लाए और एक कन्या को अविवाहित रहने को बाध्य किया. അതായത് ഈ പരശുരാമൻ ഭീഷ്മരോടൊരിക്കൽ ഒന്ന് രണ്ട് പെൺകുട്ടികൾ, അതായത് ഏതൊക്കെയോ ഒന്ന് രണ്ട് കന്യകമാരെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കന്യാഹരൺ, അതായത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരിക, അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പെൺകുട്ടിയെ ഭീഷ്മരോട് വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഭീഷ്മർ ബ്രഹ്മചാരിയാണല്ലോ, അപ്പോൾ അദ്ദേഹം അത് വിസമ്മതിക്കുന്നു. സംഛാനെ ബുഛാനെ തക്ക് ഹി നഹി രുക്കി ലഡായി ഭീക്കി. അങ്ങനെ ഭീഷ്മർ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാതിരുന്നപ്പോൾ പരശുരാമനും ഭീഷ്മരും തമ്മിൽ എന്തുണ്ടായി? ലഡായി ഭീക്കി, ഒരു പോരാട്ടം, ഒരു യുദ്ധം തന്നെ ഉണ്ടായി. അപ്പോൾ പരശുരാമൻ തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി അവർക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കന്യകമാരെ അല്ലെങ്കിൽ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അതിലൊരു പെൺകുട്ടിയെ ഭീഷ്മരോട് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഭീഷ്മർ അതിന് തയ്യാറായില്ല. അങ്ങനെ പരശുരാമനും ഭീഷ്മരും തമ്മിൽ ഒരു യുദ്ധം, ഒരു പോരാട്ടം തന്നെ നടന്നു. पर ഭീഷ്മ अपनी प्रतिज्ञा के शब्दों से चिपटे रहे. ഭീഷ്മർ തൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് ഒരിക്കലും പിന്മാറിയില്ല. അതായത് താൻ മരണം വരെ വിവാഹം കഴിക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നുവല്ലോ. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും പിന്മാറാൻ തയ്യാറായില്ല. भविष्य नहीं देख सके, वह लोक कल्याण को नहीं समझ सके, फलतः അപഹൃത അപമാനിത കന്യ ജൽമരി. അങ്ങനെ അവസാനം ഭീഷ്മർ വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ ആ തട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയുണ്ടല്ലോ, ഭീഷ്മരോട് വിവാഹം കഴിക്കാൻ പറഞ്ഞ പെൺകുട്ടി, ആ പെൺകുട്ടി അപമാനിക്കപ്പെടുന്നത് പോലെയായല്ലോ അവൾ. അപ്പോൾ അവൾ എന്ത് ചെയ്തു? കന്യ ജൽമരി, അവൾ മരിച്ചു, അല്ലെങ്കിൽ അഗ്നിയിൽ തൻ്റെ ജീവൻ ഹോമിച്ചു. അങ്ങനെ ആ പെൺകുട്ടി എന്തായി? എന്നേക്കുമായിട്ട് ലോകത്തു നിന്നും പോയി. അപ്പോൾ ആ ഒരു
അതിന് ഇടയാക്കിയത് ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢപ്രതിജ്ഞ കാരണം അങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ഗുരുനാഥനായിട്ടുള്ള പരശുരാമൻ അദ്ദേഹത്തിനെ നിർബന്ധിക്കുകയാണ് പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ. പക്ഷേ തൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല എന്ന് ഭീഷ്മർ തീർത്തു പറയുന്നു. അപ്പം പെൺകുട്ടി മനസ്സ് വേദനിച്ച് അപമാനിക്കപ്പെട്ട അവൾ മരണം സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു കഥ പുരാണത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭീഷ്മരെ പോലെ അല്ലെങ്കിൽ പരശുരാമനെ പോലെ മറ്റൊരു ബ്രഹ്മചാരിയും ഉണ്ടായിരുന്നു. അതാരാണ്? നാരദ്. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നാരദ മഹർഷി. അപ്പം നാരദനും ഇതുപോലെ ഒരു ബ്രഹ്മചാരിയായിരുന്നു. उन्होंने सत्य के बारे में शब्दों पर चिपटने को नहीं, सबके हित कल्याण को अधिक ज़रूरी समझता था. പക്ഷേ അദ്ദേഹം എല്ലാവർക്കും നന്മ, സബക്കെ ഹിത് കല്യാൺ കോ അധിക് ജരൂരി സംശ, അതായത് എല്ലാവർക്കും നന്മയുണ്ടാവണമെന്ന് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു നാരദൻ. അപ്പോൾ അതുപോലെ നാരദനും ഇവരെ പോലെ ഒരു ബ്രഹ്മചാരിയാണ് എന്നതാണ് പുരാണം പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യവും കൂടി ലേഖകൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഇനി കുറച്ചും കൂടി ഉണ്ട് ഈ പാഠഭാഗം. അത് നമുക്ക് വരും ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. അതുവരെ ധന്യവാദം.